ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മിഡ്മാൻ ട്രിപ്പ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മൂന്നാറിലുള്ള ഒരു പ്രൈവറ്റ് പൂൾ വില്ലയെക്കുറിച്ചാണ്. ഇന്നിപ്പോൾ നിലവിൽ ഏറ്റവും കൂടുതൽ എൻക്വയറി വരുന്നതാണ് മീഡിയം റേഞ്ചിൽ ഏകദേശം ഒരു 10 മുതൽ 12 പേർക്ക് പറ്റുന്ന 2 റൂമിൻ്റെ അല്ലെങ്കിൽ 3 റൂമിൻ്റെ പൂൾ വില്ലകൾ വേണമെന്നുള്ളത്. പക്ഷേ നിലവിലത്തെ സാഹചര്യത്തിൽ അത്തരത്തിലുള്ള ഒരു ബഡ്ജറ്റ് അല്ലെങ്കിൽ നോർമൽ പൂൾ വില്ലകൾ ലഭ്യമായിരുന്നില്ല. എന്നാൽ ആ ഒരു സ്ഥാനത്തേക്കാണ് നമ്മുടെ തന്നെ സ്വന്തം പ്രോപ്പർട്ടി, ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന നമ്മുടെ സ്വന്തം പ്രോപ്പർട്ടി വരുന്നത്. ഇത് എന്ന് പറയുന്നത്, ഇതിൻ്റെ പേര് എന്ന് പറയുന്നത് മിഡ്മാൻ എക്കോ പ്രൈവറ്റ് പൂൾ വില്ല എന്നാണ്. ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് മൂന്നാറിലെ ആനച്ചാൽ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഏകദേശം ഒരു ആനച്ചാൽ മൂന്നാറിൽ നിന്നൊരു 12 കിലോമീറ്റർ ഡിസ്റ്റൻസ് വരുന്നുണ്ട്. ഇത് നമ്മൾ ഓൾറെഡി ഇതിലൊരു കോട്ടേജ് നമ്മൾ വർഷങ്ങളായിട്ട് കൊടുത്തുകൊണ്ടിരുന്ന കോട്ടേജ് തന്നെയാണ്. 3 ബെഡ്റൂമായിട്ട് കൊടുത്തുകൊണ്ടിരുന്ന നോർമൽ കോട്ടേജാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള എൻക്വയറികൾ കൂടി വന്നതുകൊണ്ട് നമ്മൾ പുതുതായിട്ട് ഒരു പൂളും കൂടി അതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്നതാണ്. അങ്ങനെയാണ് ഇതിപ്പോൾ പ്രൈവറ്റ് പൂൾ വില്ലയായിട്ട് നമുക്ക് കൊടുക്കുന്നത്. ഇത് നമ്മൾ വലിയ പ്രീമിയം രീതിയിലല്ല കൊടുക്കുന്നത്, ഒരു മീഡിയം റേഞ്ചിൽ മറ്റിതുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ മീഡിയം റേഞ്ചിലാണ് നമ്മൾ ഈ ഒരു പ്രോപ്പർട്ടി നമ്മൾ സെല്ല് ചെയ്യുന്നത്. ഇതിനെക്കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് ഇതിനകത്തെ വിശേഷം കാര്യങ്ങളൊക്കെ പറയാം. ഇതിൻ്റെ പുറമേ ഉള്ള വീഡിയോസ് ഒക്കെയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ ഒരു ചെറിയൊരു എസ്റ്റേറ്റ് അങ്ങനെ പറയാൻ പറ്റില്ല, ഒരു ഇതിനുള്ളിൽ ഒറ്റയ്ക്ക് ഇരിക്കുന്ന ഒരു പ്രോപ്പർട്ടി പോലെയാണ് വരുന്നത്. ഇനി നമുക്ക് ഈ ഒരു പൂൾ വില്ലയുടെ ഉൾവശത്തെ കാഴ്ചകൾ നമുക്ക് കാണാം. ഇത് പ്രധാനമായിട്ടും 3 ബെഡ്റൂം, ഹാള്, കിച്ചൺ എന്നിവ വരുന്ന ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു. അപ്പോൾ ഇതിൽ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഇപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടിയിലിട്ട് കയറി വരുമ്പോൾ ഇതൊരു ചെറിയ ലിവിങ് ഏരിയ, അതായത് ഇതിലൊരു ചെറിയ ഡൈനിങ് സ്പേസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, TV കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു എൻട്രൻസ് ആയിട്ട് വരുന്നത്. പിന്നെ ഇതിൽ ചെറിയൊരു റിസപ്ഷൻ ഏരിയ പോലെ വരുന്നുണ്ട്. നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടി നിങ്ങൾ ഉള്ളിലോട്ട് കയറുമ്പോൾ തന്നെ ഇതിൻ്റെ ഒരു നീറ്റ്നെസ് അല്ലെങ്കിൽ ഇത് ക്ലീൻ ചെയ്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് വ്യക്തമായി കാണാൻ പറ്റും. വളരെ മനോഹരമായിട്ടാണ്. ഇതൊരു പ്രൈവറ്റ് കോട്ടേജ് ആണെങ്കിലും ശരിക്കും ഒരു സ്റ്റാൻഡേർഡ് കാറ്റഗറി അല്ലെങ്കിൽ സ്റ്റാർ കാറ്റഗറി ഹോട്ടലിൻ്റെ രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ ക്ലീനിങ്ങും കാര്യങ്ങളും വരുന്നത്. ഇതാണ് ഇതിൻ്റെ ആദ്യത്തെ റൂം വരുന്നത്. ബെഡായാലും വലിയ കിങ് സൈസ് ബെഡ് തന്നെയാണ് വരുന്നത്. ഈസി ആയിട്ട് നമുക്കൊരു 3 പേരെ നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ എക്സ്ട്രാ ബെഡുകൾ വരുന്നുണ്ട്. പിന്നെ അത്യാവശ്യം മേശ കാര്യങ്ങൾ വരുന്നുണ്ട്. വളരെ മനോഹരമായിട്ട് തന്നെ ഒരു ഹോട്ടലിൻ്റെ രീതിയിൽ തന്നെയാണ്. ബാത്റൂം ആയാലും യൂറോപ്യൻ സ്റ്റൈൽ ബാത്റൂമും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. നമ്മൾ നോർമൽ കോട്ടേജ് ആയിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ നമ്മുടെ ഗൂഗിളിലൊക്കെ നമുക്കാണെങ്കിൽ 5.9 റിവ്യൂ ഒക്കെ ഉള്ള ഒരു പ്രോപ്പർട്ടി തന്നെയാണ് വരുന്നത്. അതുപോലെ തന്നെ ഈ പ്രോപ്പർട്ടി ഹാൻഡിൽ ചെയ്യുന്ന ആളായാലും വളരെ മനോഹരമായിട്ട് ഗസ്റ്റിനോട് വളരെ നല്ല രീതിയിൽ ചെയ്യുന്നതാണ്. വീണ്ടും സജസ്റ്റഡ് ഗസ്റ്റുകൾ ഒരുപാട് നമുക്ക് വരുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. ഇനിയിപ്പോൾ ഇതിൻ്റെ രണ്ടാമത്തെയും മൂന്നാമത്തെയും റൂമുകൾ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. തീർച്ചയായിട്ടും ഒരു 10 മുതൽ 12 വരെ വരുന്ന ഫാമിലികൾക്ക് പറ്റുന്ന ഒരു കോട്ടേജ് തന്നെയാണ്. ഇതാണ് ഇതിൻ്റെ രണ്ടാമത്തെ റൂം വരുന്നത്. രണ്ടാമത്തെ റൂം അതേ സെയിം റൂമാണ്, സെയിം ബെഡ് സ്പേസ് ആണ്. പിന്നെ എക്സ്ട്രാ ബെഡ് വേണമെങ്കിൽ എക്സ്ട്രാ ബെഡ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നതാണ്. മേശ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. എല്ലാം നല്ല മനോഹരമായിട്ട് ആണ് നിങ്ങൾക്ക് ഒരുക്കി വെച്ചിരിക്കുന്നത്. അവിടെയും അതേ സെയിം കാറ്റഗറി ഒരു ബാത്റൂം കൂടി വരുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് ഇതിൻ്റെ മൂന്നാമത്തെയാണ്. ഇതിനകത്തൊരു പ്രത്യേകതയുണ്ട്. ഇപ്പോൾ ഇത് എന്ന് പറയുന്നത് ഇത് ഒരു ഇൻ്റർ കണക്റ്റഡ് റൂമാണ്. ഇൻ്റർ കണക്റ്റഡ് റൂം എന്ന് പറയുമ്പോൾ ഈ ഒരു എൻട്രൻസിലൂടെ നിങ്ങൾ കയറി കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് ആദ്യത്തെ ഒരു ബെഡ് സ്പേസ് ആണ്. ആ സെയിം ഒരു വലിയൊരു ബെഡ് സ്പേസ് ആണ്. അവിടെയും കിങ് സൈസ് അല്ലെങ്കിൽ ഡബിൾ കോട്ട് ബെഡ് അവിടെ കിടക്കുന്നുണ്ട്. അതേ ഇതിൽ തന്നെ മറ്റൊരു റൂം എന്ന് നമുക്ക് പറയാൻ പറ്റും. ഈ ഒരു എൻട്രൻസിലൂടെ കയറി കഴിഞ്ഞാൽ മറ്റൊരു റൂം വരും. അങ്ങനെ 2 റൂമാണ് ഇതിൽ വരുന്നത്. അത് ഇൻ്റർ കണക്റ്റഡ് റൂംസ് എന്ന് പറയും. സെയിം ഇതിൽ വരുന്നതാണ്. പക്ഷേ ഇതിനെന്താ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ ഈ 2 റൂമിനും കൂടി ഒറ്റ ബാത്റൂമാണ് വരുന്നുള്ളൂ. ഈ പ്രോപ്പർട്ടിക്കുള്ളിൽ അപ്പോൾ 3 ബാത്റൂമാണ് വരുന്നത്. അതുകൊണ്ട് നമുക്കിതൊരു 3 ബെഡ്റൂം വില്ല അല്ലെങ്കിൽ 3 ബെഡ്റൂം ഹോം സ്റ്റേ ആയിട്ടാണ് സെല്ല് ചെയ്യാൻ പറ്റുന്നുള്ളൂ. പക്ഷേ ടെക്നിക്കലി ഇതിൽ 4 ബെഡ്റൂമും വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊരു 12 പേരൊക്കെ വരുവാണെങ്കിൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് അക്കോമഡേറ്റ് ചെയ്യാം. അതല്ലെങ്കിൽ തന്നെ നമ്മൾ ഈ എക്സ്ട്രാ ബെഡും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങളുടെ ആവശ്യാനുസരണം നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്കിപ്പോൾ പിന്നെ നമ്മൾ ഈ 12 എന്നുള്ള ലിമിറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് വെച്ചാൽ എൻ്റെ പൂൾ സൈസ് വരുന്നത് ഏകദേശം ഒരു 12 പേർക്കുള്ള ഇതാണ് വരുന്നത്. പിന്നെ ഫാമിലിക്ക് വരുമ്പോൾ മറ്റു കുട്ടികളുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, ആ രീതിയിൽ വരുന്നതാണ്. ഇതാണ് മെയിനായിട്ട് ഇതിനുള്ളിൽ അകത്തെ കാഴ്ചകൾ വരുന്നത്. ഇനി നമുക്കിതിൻ്റെ പുറമേ ഉള്ള കാഴ്ചകളിലേക്ക് പോകാം. പുറമേ നമ്മൾ ഡ്രോൺ ഷോട്ട് നമ്മൾ കണ്ടിരുന്നു. അത് കഴിഞ്ഞ ദിവസം വന്നൊരു ഗസ്റ്റ് എനിക്ക് എടുത്തു തന്നതാണ്. ഒരു കല്യാണത്തിൻ്റെ ഷൂട്ടിങ്ങിന് വേണ്ടി വന്നതാണ്. അപ്പോൾ അവരെടുത്ത് തന്നതാണ്. നൈസാണ്. നമുക്കിപ്പോൾ ഇതിൻ്റെ പുറമേ ഉള്ള വരുന്നു. ഇതിപ്പോൾ കണ്ടല്ലോ, ഇതിപ്പോൾ ആ ഒരു സമയത്താണ്. വൈകിട്ടൊക്കെ ആകുമ്പോഴത്തേനും നല്ല തണുപ്പ് കാര്യങ്ങളൊക്കെ വരുന്നതാണ്. ആനച്ചാലിൻ്റെതായ ഒരു തണുപ്പ് കാര്യങ്ങൾ എന്തായാലും ഇതിൽ വരുന്നുണ്ട്. പിന്നെ ഇടയ്ക്ക് ഫോഗ് കാര്യങ്ങളൊക്കെ വരുന്നതാണ്. ഈ കാണുന്നതാണ് ഞാൻ പറഞ്ഞ കിച്ചൺ വരുന്നത്. ഇവിടെ ഒരു ഡൈനിങ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് പുറത്തിരുന്ന് കഴിക്കാൻ പറ്റുന്ന രീതിയിൽ ഡൈനിങ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഒരു കിച്ചൺ വരുന്നത്. എൻ്റെ ഒരു അറിവിൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു കാഴ്ചയിൽ ഈ സൈസ് ഒരു കിച്ചൺ വളരെ റെയറായിട്ടാണ് ഇത്തരം ഉള്ള ഹോം സ്റ്റേസിൽ കിട്ടുന്നത്. കിച്ചൺ മിക്കവർക്കും കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പാത്രങ്ങളും കാര്യങ്ങളും, ഗ്യാസ്, സ്റ്റൗവ്, ഫ്രിഡ്ജ് എല്ലാം ഒരു
10-15-20 പേർക്ക് ഫുഡ് ചെയ്യാൻ പറ്റുന്ന എല്ലാ ഫെസിലിറ്റി ഇതിനകത്ത് ഉണ്ട്. ഫ്രിഡ്ജ് ആയാലും കാര്യങ്ങൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഗ്രില്ലിൻ്റെ ഫെസിലിറ്റിയും വരുന്നുണ്ട്. ഗ്രിൽ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ബാർബിക്യൂ ഉണ്ടാക്കണമെങ്കിൽ അതിനുള്ള സൗകര്യം ഇതിനകത്ത് വരുന്നുണ്ട്. നിങ്ങൾ ജസ്റ്റ് ബാർബിക്യൂവിനുള്ള ചിക്കനും കരി അത് മാത്രം കൊണ്ടുവന്നാൽ മതി. ഗ്രിൽ ഫെസിലിറ്റി വരുന്നുണ്ട്. അതുപോലെ തന്നെ ക്യാമ്പ് ഫയറിനുള്ള ഫെസിലിറ്റി വരുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് നമ്മൾ പുതുതായിട്ട് പണിതിരിക്കുന്ന ഈ പൂളാണ്. ഇതാണ് നമ്മൾ വരുന്നിരിക്കുന്ന പൂള്. ഈ പൂള് അത്യാവശ്യം വലിയ പൂള് തന്നെയാണ്. നമുക്കൊരു 12-13 പേർക്കൊക്കെ ഈസി ആയിട്ട് വൺ ടൈം അക്കോമഡേറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഇറങ്ങാൻ പറ്റുന്ന നല്ല മനോഹരമായിട്ടുള്ളതാണ്. പുതിയ പൂളാണ്. നമ്മുടെ നോർമൽ കോട്ടേജ് നമ്മൾ പൂൾ ഇതായിട്ടാണ് പണിതിരിക്കുന്നത്. പിന്നെ പ്രോപ്പറായിട്ടുള്ള മെയിൻ്റനൻസ് പോകുന്ന പൂള് തന്നെയാണ്. അതായത് വെള്ളമൊക്കെ കറക്റ്റായിട്ട് മാറ്റുന്ന ഒരു ഇത് തന്നെയാണ്. ഇപ്പോൾ ഈ കാണുന്നതൊക്കെയാണ് ഇതിൻ്റെ സറൗണ്ടിങ്സ്. നല്ല മനോഹരമായിട്ട് നിങ്ങൾക്ക് ഫാമിലി ആയിട്ടൊക്കെ വന്നിട്ട് അടിച്ചു പൊളിക്കാൻ പറ്റുന്ന ഒരു ഇതാണ്. ഇപ്പം നിങ്ങൾ ഇതിൻ്റെ മുകളിലൊരു മല കാണുന്നില്ലേ, ആ മലയിലായിട്ട് നമ്മൾ ചെറിയൊരു സോഫ്റ്റ് ട്രക്കിംഗ് മോർണിംഗിൽ സൺറൈസ് ടൈമിൽ വെക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു 1-2 ഫോട്ടോസ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിലായിട്ടുണ്ട്. അത് ആവശ്യമുള്ളവർക്ക് പോകാം, അത് ഏത് പ്രായമായവർക്കും പോകാം. ഒരു 10-15 മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ അവിടെ എത്താൻ പറ്റും. നല്ല വ്യൂ ആണ്. ചില ഗസ്റ്റിന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ തിരിച്ചു വരെ താല്പര്യമില്ലാത്ത സൈസ് ഒരു വ്യൂ ഇത് വരുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇനി മൂന്നാറിൽ നിങ്ങളൊരു പ്രൈവറ്റ് മീഡിയം റേഞ്ച് ഒരു 12 പേർക്ക് വരെയുള്ള ഇത് നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അടിപൊളിയായിട്ട് നിങ്ങൾക്ക് പ്രോപ്പർട്ടി ചെയ്തു തരാവുന്നതാണ്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസിന് പ്ലീസ് വാട്സപ്പ് ദിസ് നമ്പർ. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഈ ഒരു ഇതുള്ളൂ. മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ നമസ്കാരം.